SIR കാലാവധി 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടണമെന്ന് കേരളം ആവശ്യം 18-ന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതേസമയം ഇനിയും നീട്ടിവെക്കുന്നതിനെ എതിർക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, കേരളത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് അനുഭാവപൂർവ്വമായ നിലപാടാണ് നേരത്തെ സുപ്രീം കോടതി സ്വീകരിച്ചത്. ഇപ്പോ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എന്താണ്? മധു, ഈ ഒരാഴ്ചത്തേക്ക് കൂടി കേരളത്തിലെ SIRന്റെ സമയപരിധി നീട്ടിയെന്ന് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരാകട്ടെ ഇനിയും 2 ആഴ്ച കൂടി നീട്ടണമെന്നൊരു ആവശ്യമാണ് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. അതിന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ പോലും ഈ 20 ലക്ഷത്തോളം ഈ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യാൻ വേണ്ടി കഴിയില്ല, അതിനുള്ള വോട്ടർമാരെ കണ്ടെത്താൻ വേണ്ടി കഴിയത്തില്ല എന്ന് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ തിടുക്കപ്പെട്ട ഈ സമയപരിധി ുള്ളിൽ കാര്യങ്ങൾ തീരില്ല. അതിനാൽ 2 ആഴ്ച കൂടി നീട്ടണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഉൾപ്പെടെ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി ഇന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ല. ഇതിനിടയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത് 97% എന്യൂമറേഷൻ ഫോമുകളും കേരളത്തിൽ ഡിജിറ്റൈസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 3% മാത്രമാണ് ഈ ഡിജിറ്റൈസേഷൻ പോലും ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും ഈ 18-ാം തീയതി ഈ കേസ് പരിഗണിക്കുവാൻ വേണ്ടി സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അന്നാണ് ഈ എന്യൂമറേഷന്റെ കാലാവധി തീരുന്ന ദിവസം. അന്ന് ഇക്കാര്യത്തിൽ ഈ കാലാവധി നീട്ടണമോ വേണ്ടോ എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കുന്നതായിരുന്നു. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകിയത്.